പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SIRൻ്റെ അപ്ഡേഷൻ നടന്നു. SIRന് വേണ്ടി നമ്മൾ അപേക്ഷ സമർപ്പിച്ചു. 2002 നമ്മുടെ വിവരങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി നമ്മൾ വോട്ടർ ID-ക്കും അപേക്ഷ കൊടുത്ത ആളുകളുണ്ട്. SIRൽ പേരുള്ള ആളുകൾ തന്നെ പുതിയ ID കാർഡിന് അപേക്ഷിച്ചവരുണ്ട്. പല ആളുകൾക്കും BLO അസൈൻഡ്, അതുപോലെ തന്നെ BLO സബ്മിറ്റഡ്, ഫീൽഡ് വെരിഫിക്കേഷൻ സബ്മിറ്റഡ് ടു ERO എന്നുള്ള പല രീതിയിലുള്ള മെസ്സേജുകളും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ നോക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു ആപ്പ് എന്ന് പറയുന്നത് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു. അതുവഴി നമുക്ക് നമ്മുടെ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനും അപേക്ഷകളുടെ സ്റ്റാറ്റസ് അറിയാനും മറ്റൊക്കെ പറ്റിയിരുന്നു. എന്നാൽ നിലവിൽ അത് മാറിയിട്ട് പുതിയൊരു സൈറ്റ് വന്നിട്ടുണ്ട്. ECI നെറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ് എന്നാണ് സൈറ്റിൻ്റെ പേര്. ആ സൈറ്റിലൂടെ നമുക്ക് നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ്, ഒരു പക്ഷേ മെസ്സേജ് വരാത്ത സ്റ്റാറ്റസുകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് എടുക്കുന്ന ആളുകൾ നമ്മളിതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞൊരു സമയം എടുക്കുന്നു. ഇത് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തതാണ്. ഇപ്പോൾ തൊട്ട് മുന്നേ ലോഗിൻ ചെയ്തത് കൊണ്ട് ഓൾറെഡി ലോഗിനാണ്. ഇനി പുതുതായിട്ട് എടുക്കുന്നവർക്ക് നമുക്കവിടെ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് പുതിയ ID വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ അപേക്ഷയുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട് വന്നിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ റെഫറൻസ് നമ്പർ വെച്ചിട്ട് നമ്മുടെ ID കാർഡിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയെന്ന് ചെക്ക് ചെയ്യാം. പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവും, ID കാർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ എപ്പിക് നമ്പർ അടക്കമുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാകും. അന്തിമ മെസ്സേജ് അതായിരിക്കും. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ ID നമ്പർ, അപേക്ഷയുടെ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നിലവിൽ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അപേക്ഷയുടെ റെഫറൻസ് നമ്പർ, ട്രാക്കിംഗ് സ്റ്റാറ്റസ് ആസ് ഓൺ. നമ്മൾ എന്നാണോ അപേക്ഷ നോക്കുന്നത് അന്നത്തെ ഡേറ്റാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ അപേക്ഷകൻ്റെ പേര്, ജില്ല, അതുപോലെ തന്നെ മണ്ഡലം ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണിക്കുന്നത് ആളുടെ പേര്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് കേരള, പിന്നെ മണ്ഡലം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷിച്ച സൈറ്റ്, അത് ഏത് ഫോമാണ് കൊടുത്തിട്ടുള്ളത്. ഫോം 6 ഉണ്ട്, ഫോം 6A ഉണ്ട്, ഫോം 8 ഉണ്ട്, പല രീതിയിൽ പല ഫോമുകളുണ്ടല്ലോ. അത് നമ്മൾ 21/11/2025 അപേക്ഷ സമർപ്പിച്ചു. BLO 12-ാം തീയതി 1-ാം മാസം 2026 ഈ BLOക്ക് അപേക്ഷ എത്തുന്നത്. അവിടെ ചെറിയൊരു വിഷയമുണ്ട്. നമ്മളുടെ അപേക്ഷിച്ച അന്ന് തന്നെ BLMമാർക്ക് എത്തുകയും അന്ന് തന്നെ BLMമാർ ഫീൽഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ താലൂക്കിലോട്ട് ERO ഒക്കെ അയക്കുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2025 11-ാം മാസം 21-ാം തീയതി കൊടുത്ത അപേക്ഷ എത്തുന്നത് 2026 ജനുവരി 12-നാണ്. വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അത് നമ്മളത് കൊടുത്ത ആളുടെ അപാകതയോ അതല്ലെങ്കിൽ സ്വീകരിക്കുന്ന BLAയുടെയോ ഒരു പ്രശ്നമല്ല. സൈറ്റിന് പ്രത്യേകമായിട്ട് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും BLMമാർക്കും ഇത് ചെയ്യുന്ന അക്ഷയക്കാർക്കും ഉണ്ടായിട്ടുണ്ടെന്നൊരു വാസ്തവം നമ്മൾക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ BLO അത് അക്സെപ്റ്റ് ചെയ്തു. 16-ാം തീയതി ഇവിടുന്ന് പോയിട്ടുണ്ട്, ഫീൽഡ് വെരിഫിക്കേഷൻ ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവർ നേരെ ഇത് BLO നേരെ EROക്ക് സബ്മിറ്റ് ചെയ്തു. ERO അവിടെ നിന്ന് എന്ത് ചെയ്തു, എപ്പിക് നമ്പർ ജനറേറ്റ് ചെയ്തു. അത് ഡിസ്പാച്ച് കൂടി ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ അണ്ടർ പ്രിൻറ്റിംഗ് ആണ്. സാധാരണഗതിയിൽ ID കാർഡിന് ഒരു വലിയ സമയം 4 മാസം 3 മാസമൊക്കെ എടുക്കാറുണ്ട്. ID കാർഡ് പെട്ടെന്ന് നമ്മുടെ ആധാർ പോലെ അല്ലെങ്കിൽ മറ്റു പാൻ കാർഡ് പോലെയൊന്നും നമുക്ക് പെട്ടെന്ന് വരാത്തൊരു സാധനമാണ് ID കാർഡ്. ഒന്നിച്ച് നമ്മുടെ അടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മാഷന്മാർ അറിയാറുണ്ട്, ID കാർഡ് വരുമ്പോൾ ഒന്നിച്ചുള്ള ഒരുപാട് ID കാർഡുകളാണ് വരാറ്. അതായത് ഒന്നിച്ചുള്ള പ്രിൻറ്റിങ്ങാണ് ഉണ്ടാവാറ്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത് നമ്മളൊരാളുടെ ഒരു ID കാർഡിന് അപേക്ഷ കൊടുത്തതിൻ്റെയാണ്. അതിൽ അപ്ഡേഷൻസ് കാണിക്കുന്നുണ്ട്. ഇനി അത്യാവശ്യമാണെങ്കിൽ ഇത് പോസ്റ്റ് വഴി വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ അപേക്ഷിച്ചത് അവിടെയോ
അതല്ലെങ്കിൽ നമ്മൾ മറ്റോ പോയിട്ട് നമ്മുടെ ഈ റെഫറൻസ് നമ്പർ വെച്ചിട്ട് നമ്മുടെ ഫോണിലോട്ട് വന്ന മെസ്സേജ് വെച്ചിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റാറ്റസിൻ്റെ ഏറ്റവും ലാസ്റ്റ് എപ്പിക് ജനറേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്, അവിടെയോ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ എപ്പിക് നമ്പർ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആധാറിലെ പേര് മാറ്റാൻ, അതല്ലെങ്കിൽ നമ്മുടെ വയസ്സ് ഡേറ്റ് ഓഫ് ബർത്തിന്, അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും പ്രൂഫായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ആധാറിൻ്റെ കേസിൽ പലതും രേഖയല്ലാതെ വന്നിട്ടുണ്ട്. പ്രായം തെളിയിക്കാനൊന്നും നമ്മുടെ എപ്പിക് നമ്പർ ഇപ്പോൾ പറ്റില്ല, പക്ഷേ പേരിനൊരു പക്ഷേ പറ്റിയെന്ന് വരെ വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അപേക്ഷയുടെ. മാത്രമല്ല ഈ സൈറ്റിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പുതിയ പുതിയ ഫീച്ചറുകളുണ്ട്. ചില ആളുകളുടെ അപേക്ഷ റിജക്റ്റഡ് എന്ന് വന്നിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് റിജക്റ്റഡ് എന്ന് കാണുന്നുണ്ടാവും. അത്തരം ആളുകൾക്ക് അപ്പീൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സബ്മിറ്റ് അപ്പീൽ. ഇവിടെ നമുക്ക് നമ്മുടെ SIRമായി ബന്ധപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ID കാർഡുമായി ബന്ധപ്പെട്ട അപേക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അപ്പീലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. മാത്രമല്ല നമുക്ക് ID കാർഡ്, നിലവിലുള്ള ID കാർഡാണെങ്കിലും പുതുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ID കാർഡാണെങ്കിലും നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ എപ്പിക് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ID കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ വരും. ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒത്തിരി സേവനങ്ങളും ഒത്തിരി അപ്ഡേഷൻസും വന്നിട്ടുള്ള ഒരു ആപ്പാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ECI നെറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വോട്ട്, നമ്മളെവിടെയെങ്കിലും വോട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുന്നൊരു സിസ്റ്റമാണ്. ഇതിൽ ഒരു ഓപ്ഷൻ ഉള്ളത് സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ്, അതുപോലെ തന്നെ നോ യുവർ പോളിംഗ് സ്റ്റേഷൻ, നമ്മുടെ ബൂത്ത്, നമ്മുടെ ഏതാണ് ബൂത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ MP MLA ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിൽ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ സെർച്ച് ബൈ വോട്ടർ എപ്പിക് നമ്പർ, വോട്ടർ ID അതായത് എപ്പിക് നമ്പർ കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് സെർച്ച് ബൈ ഡീറ്റെയിൽസ്, നമ്മുടെ ആളുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ ഫാദർ നെയിം, നെയിം ഓഫ് റിലേറ്റീവ്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മണ്ഡലം, നമ്മുടെ ജില്ല, ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നൊരു ഓപ്ഷനാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ്. മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് സെർച്ച് ബൈ മൊബൈലാണ്. നമ്മളെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എപ്പിക് നമ്പറുകൾ കണ്ടെത്താം. ചില ആളുകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ മാത്രമേ പറ്റുള്ളൂ. ഇതിന് മുമ്പ് നമുക്ക് ഒരു നമ്പർ പലതവണ എത്രയും നമുക്ക് ലിങ്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത ആളുകൾക്കൊക്കെ ഇപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും, ഇനി മാറ്റേണ്ടി വരും. ആധാറിലെ പേര് പോലെ തന്നെയാണ് നമുക്ക് ഇനി ID കാർഡിലെ പേര് പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു കറക്ഷന് കൊടുക്കുകയാണെങ്കിൽ പോലും ആധാറിലുള്ള പേര് പോലെ ID കാർഡിലെ പേര് മാറ്റൽ നിർബന്ധമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പേര് മാറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഫോട്ടോ ഇതെല്ലാം അതിന് കൂടെ മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പേര് മാത്രം മാറും, ഫോട്ടോ ആ പഴയ കല്യാണ ഫോട്ടോ, കറുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ KL സീരീസ് ഉള്ള പഴയ വോട്ടർ IDകളൊക്കെ ആ വലിയൊരു ലാമിനേഷൻ ടൈപ്പുള്ള ID ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അവരുടെ നമ്പർ ലിങ്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഫോട്ടോയും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നന്നായിരിക്കും. നാലാമത്തത് ഓപ്ഷനുള്ളത് സെർച്ച് ബൈ ബാർ QR കോഡാണ്. നമ്മൾ എന്തെങ്കിലും QR കോഡ് കാര്യങ്ങളുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പ വഴിയായിട്ടുള്ളത് നമുക്ക് നമ്മുടെ അപേക്ഷയുടെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ള നമ്മുടെ എപ്പിക് നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നേരെ സെർച്ച് കൊടുത്താൽ നമുക്ക് നിലവിൽ ഇയാൾക്ക് എവിടെയാണ് വോട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഇയാളുടെ വോട്ട് മഞ്ചേരി മണ്ഡലത്തിലാണ് കിടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മണ്ഡലത്തിലാണ്. ആളുടെ ലോകസഭാ മണ്ഡലം വരുന്നത് മലപ്പുറമാണ്. ആളുടെ ജില്ല മലപ്പുറമാണ്, സ്റ്റേറ്റ് കേരളമാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനിൽ നമ്മുടെ BLOയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ വരുന്നുണ്ട്. BLO ആരാണ്, അതുപോലെ തന്നെ നമ്മുടെ BLOക്ക് ഒരു കോൾ ബുക്ക് ചെയ്യാൻ ബുക്ക് എ കോൾ വിത്ത് BLO ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഒത്തിരി സേവനങ്ങളുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് പരമാവധി ഇതെല്ലാവരും ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുക. കഴിയാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻ്ററിലോ മറ്റോ പോയിട്ട് നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഓക്കെ.